ഹായ് ഓൾ, വെൽക്കം ടു എക്സാം പോയിന്റ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ? അതായത് ഇപ്പോൾ ഓൺ എക്സാമിൻ്റെ മൂഡിലാണ് എല്ലാവരും. ടൈം ടേബിളൊക്കെ കിട്ടി പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെസൺ ക്ലാസ് 10 ജോഗ്രഫിയിലെ ഫസ്റ്റ് ലെസൺ ആണ്. ഏതാത്? സീസൺ ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയവും. റെഡി ആണല്ലോ അല്ലേ എല്ലാവരും പഠിക്കാനായിട്ട്? ടീച്ചർ ഈ ക്ലാസ്സിലെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിൽ നിന്നാണ്. എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഷോർട്ട് നോട്ട്സ്, വളരെ ഇമ്പോർട്ടൻ്റ് നോട്ട്സും അതുപോലെ റിവൈസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് നീങ്ങാം. അപ്പോൾ സീസണൽ ചേഞ്ചസ് നമുക്കറിയാമല്ലേ, ഏതൊക്കെ സീസൺസ് ആണ് ഉള്ളത് ഒന്ന് പറഞ്ഞു നോക്കിയേ. സമ്മർ സീസൺ, വേനൽക്കാലം, അതുപോലെ റെയിനി സീസൺ മഴക്കാലം, പിന്നെയോ വിൻ്റർ സീസൺ മഞ്ഞുകാലം അല്ലേ? ഏത് കാലമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകേണ്ടത് ഇതൊക്കെ തന്നെയാണ്. ഡിഫറെൻ്റ് സീസൺ, ഈ സീസൺസ് മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. റെഡിയാണല്ലോ അല്ലേ എല്ലാവരും? നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സീസണൽ ചേഞ്ചസ്, എന്തുകൊണ്ടാണ് സീസൺ അല്ലെങ്കിൽ എന്താണ് സീസണൽ ചേഞ്ചസ്, ഋതുഭേദം എന്ന് നമുക്ക് നോക്കാം. നോക്കി, we experience recurrence of winter, summer and rainy season after one another. Such changes on the earth is known as what? Seasonal changes. അപ്പോൾ ഡിഫറെൻറ്റ് സീസൺസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഡിഫറെൻറ്റ് കാലങ്ങളുണ്ട് അല്ലേ? ഈ കാലങ്ങൾ 1 by 1 ആയിട്ട് മാറുന്നതിനെയാണ് എന്ത് പറയുക? സീസണൽ ചേഞ്ച് അല്ലെങ്കിൽ ഋതുഭേദങ്ങൾ എന്ന് പറയുന്നത്. നോക്കിയേ, കാലത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചുള്ള കുറിപ്പ് നമ്മൾക്കറിയാം. മഞ്ഞുകാലവും വേനൽക്കാലവും വർഷകാലവും മാറി മാറി വരുന്നതും, ഈ ഓരോ കാലങ്ങൾ മാറി മാറി വരുമ്പോൾ എന്ത് സംഭവിക്കും? പ്രകൃതിക്കും കുറേ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് കാണാം അല്ലേ, സമ്മർ സീസൺ, റെയിനി സീസണിലൊക്കെ പ്രകൃതി എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും അത് അനുഭവിച്ചറിയുന്നവരാണ്. ഈ മാറ്റങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഈ കാലത്തിൻ്റെ മാറ്റങ്ങളെ നമ്മൾ എന്തു പറയും? ഋതുഭേദങ്ങൾ എന്ന് വിളിക്കുന്നു. ഋതുഭേദം അഥവാ സീസണൽ ചേഞ്ച്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കിയേ, വിൻ്റർ സീസൺ എന്ത് രസമാണെന്ന് നോക്കിയാൽ പിക്ചറിൽ തന്നെ നമ്മൾ അനുഭവിച്ചറിയുന്ന അല്ലേ? ഒരു സീസൺ വിൻ്റർ സീസൺ ഉണ്ട്. പിന്നെയോ സമ്മർ സീസൺ വേനൽക്കാലം. ഓക്കെ, നോക്കി, വേനൽക്കാലത്ത് ഭൂമി എങ്ങനെയായിരിക്കും? ആകെ വിണ്ട് കീറി, വെള്ളത്തിന് രൂക്ഷമായിട്ടുള്ള ക്ഷാമം അല്ലേ? അങ്ങനെ പല 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 കഷ്ടപ്പാടുകളാണ് നമുക്ക് സമ്മർ സീസണിൽ ഉണ്ടാവുന്നത്. പക്ഷെ ആ സീസണും നമുക്ക് വേണം. ത്രൂ ഔട്ട് ഒരേ സീസൺ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, റെയിനി സീസൺ. എല്ലാവർക്കും ഇഷ്ടമല്ലേ റെയിനി സീസൺ? മൂടി പൊതിച്ച് ഇങ്ങനെ കിടന്നുറങ്ങാൻ എന്ത് രസമല്ലേ റെയിനി സീസണിൽ, മഴക്കാലത്ത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് സീസൺസ് ഇതാണ്. ഇനി നമുക്ക് നോക്കാം, വൈ സീസൺ ചേഞ്ച്, എന്തുകൊണ്ടാണ് ഈ കാലങ്ങൾ അല്ലെങ്കിൽ സീസണിൽ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഒരു ഫാക്ടർ എന്താ? വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ. എല്ലായ്പ്പോഴും സൂര്യപ്രകാശം ഒരുപോലെ ആയിരിക്കുമോ? അല്ല അല്ലേ, വ്യത്യാസപ്പെട്ടിരിക്കും. നെക്സ്റ്റ് ഫാക്ടർ എന്താ? എർത്ത് റെവല്യൂഷൻ, അതായത് ഭൂമിയുടെ പരിക്രമണം അല്ലെങ്കിൽ ഭൂമി ചുറ്റുന്നതും ഇതിനൊരു കാരണമാണ്. നെക്സ്റ്റ് ടിൽറ്റ് ഓഫ് ആക്സിസ്, അച്ചുതണ്ടിൻ്റെ ഒരു ചെരിവ്. നമുക്കറിയാം അല്ലേ, ഭൂമി ഇങ്ങനെ കറക്റ്റ് എന്താ പറയുക, കറക്റ്റ് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? അല്ല അല്ലേ, അതിന് ചെറിയൊരു ചെരിവുണ്ട്. ഭൂമി സ്വയം കറങ്ങുമ്പോഴും സൂര്യന് ചുറ്റി കറങ്ങുമ്പോഴും ഭൂമിക്ക് എന്തുണ്ട്? ചെറിയൊരു ടിൽറ്റ് ഉണ്ട്, ചെറിയൊരു ചെരിവുണ്ട്. ഓക്കെ, നമ്മളുടെ മോഹൻലാൽ നടക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളും പിന്നെ എന്തൊക്കെയാ? ഋതുക്കളിലെ പ്രധാന സവിശേഷത എന്തൊക്കെയാ ഇതിന് കാരണമാവുന്നത്? ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ്. ഈ 3 ഫാക്ടർ 1 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അത് ഓർത്ത് വെക്കണേ. വൈ സീസൺ ചേഞ്ചസ്, എന്തുകൊണ്ടൊക്കെയാണ്? യെസ്, വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ, സൂര്യപ്രകാശം, സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറിച്ച്. എല്ലായ്പ്പോഴും നമുക്ക് ഒരുപോലെയല്ല അല്ലേ? ഓക്കെ, പിന്നെയോ എർത്ത് റെവല്യൂഷൻ, ഭൂമിയുടെ പരിക്രമണം, പിന്നെ ടിൽറ്റ് ഓഫ് ദ ആക്സിസ്. ഓക്കെ, ഭൂമിക്ക് ചെറിയൊരു
ചെരിവുമുണ്ട്. ഇതൊക്കെയാണ് എന്തിന് മാറ്റമുണ്ടാക്കുന്നത്? സീസൺ അല്ലെങ്കിൽ ഋതുക്കൾക്ക് മാറ്റമുണ്ടാകുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം റെവല്യൂഷൻ പീരീഡ്. അതായത് ഭൂമി സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റണമെങ്കിൽ എത്ര സമയമെടുക്കും, പരിക്രമണം ചെയ്യണമെങ്കിൽ എത്രയാണ് സമയം എന്നൊന്ന് നോക്കാം. ഓക്കെ, ദ എർത്ത് ടേക്സ് 365 days 5 hours 48 minutes 45 seconds to complete one revolution. നോക്കിയേ, ഇപ്പൊ എത്ര ദിവസം? 365 days, എത്ര മണിക്കൂർ? 5 മണിക്കൂർ 48 മിനിറ്റ് അല്ലേ? അതുപോലെ 45 സെക്കൻഡ്സും. ഇത്രയാണ് എന്ത്? ഭൂമി സൂര്യനെ 1 റൗണ്ട് ഇങ്ങനെ വലയം ചെയ്യാനായിട്ട് എടുക്കുന്നത്. അത് എങ്ങനെയായിരിക്കും ഭൂമി സൂര്യന് ചുറ്റും പോകുന്നത്? കറക്റ്റ് സർക്കിളിലായിരിക്കുമോ? അല്ല അല്ലേ, ദീർഘവൃത്താകൃതിയിലാണ് ഭൂമി സൂര്യനെ വലയം ചെയ്യുന്നത്. ഓക്കെ, ഒരു ഓവൽ ഷേപ്പിൽ, ഏകദേശം ഒരു ഓവൽ ഷേപ്പിലാണ് റെവല്യൂഷൻ ചെയ്യുന്നത്, മീൻസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻഡ് എർത്ത് മൂവ്മെന്റ് അറൗണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. നോക്കി, ദീർഘവൃത്താകൃതി, എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഇസ് നോൺ ആസ് വാട്ട്? റെവല്യൂഷൻ, പരിക്രമണം. ഓക്കെ, അപ്പോൾ ഇത് മറന്നു പോവരുത്. എത്ര സമയം എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. 365 days 5 hours then 48 minutes 45 seconds. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് പഠിക്കാം? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. നോക്കിയേ, ദ പാരലിസം ഈസ് മെയിൻറ്റെയിൻഡ് സെയിം ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ. ദ പൊസിഷൻ ഓഫ് ദ സണ്ണിന്റെ പൊസിഷൻ എന്തായിരിക്കും? പൊസിഷൻ ഓഫ് ദ സൺ ഇൻ റിലേഷൻ ടു എർത്ത് വേരീസ് അപ്പാരന്റ്ലി ബിറ്റ്വീൻ Tropic of Cancer and Tropic of Capricorn. Okay, and this movement is known as what? Apparent movement of sun. എന്താ? അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എങ്ങനെയായിരിക്കും? ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയാ? സൂര്യന്റെ അയനം അഥവാ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സൂര്യന്റെ അയനം മൂലം എങ്ങനെയാണ് സൂര്യപ്രകാശം വന്ന് ഭൂമിയിൽ പതിക്കുന്നതെന്ന് നോക്കാം. അതായത് ഈ സൂര്യന്റെ അയനം കാരണം കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നതിൽ. അതായത് 1/2 ഇയറിൽ, ഒരു വർഷത്തിലെ പകുതി 1 ഹെമിസ്ഫിയറിൽ എത്രയായിരിക്കും? വെർട്ടിക്കൽ റേസ് ആയിരിക്കും വന്ന് പതിക്കുക. അതർ ഹാഫ് ഇയറിൽ വേറെ ഹെമിസ്ഫിയറിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, നോർത്ത് ആൻഡ് സദേൺ ഹെമിസ്ഫിയർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഹെമിസ്ഫിയറിൽ എങ്ങനെയാ? നേരെ ലംബമായിട്ട് ഹാഫ് ഓഫ് ദ ഇയർ നമുക്ക് സൂര്യപ്രകാശം ലഭിക്കും. നെക്സ്റ്റ് ഹാഫ് ഇയറിലായിരിക്കും എന്ത് കിട്ടുക? വെർട്ടിക്കൽ റേസ് കിട്ടുന്നത്. എന്താ ഈ വെർട്ടിക്കൽ റേസും സ്ലാൻഡിങ് റേസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. Variation in the sunlight that falls on the earth due to the apparent movement of the sun. അതായത് സൂര്യന്റെ അയനം കാരണം എന്ത് സംഭവിക്കും? സൺറേസ് വന്ന് ഭൂമിയിൽ പതിക്കുന്നതിന് വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. The sun rays fall vertically over one hemisphere during 1/2 of the year. ഒരു വർഷത്തിന്റെ പകുതിയെ ഒരു ഹെമിസ്ഫിയറിൽ വെർട്ടിക്കൽ റേസ് കിട്ടുന്നുള്ളൂ. അടുത്ത ഹാഫ് ഇയർ ഏതായിരിക്കും? നെക്സ്റ്റ് ഹെമിസ്ഫിയറിലായിരിക്കും വെർട്ടിക്കൽ റേസ് കിട്ടുന്നത്. അതുപോലെ ടെമ്പറേച്ചർ വിൽ ബി ഹയർ ഓവർ ദോസ് പ്ലേസസ് വേർ ദ വെർട്ടിക്കൽ റേസ് ഓഫ് ദ സൺഫോൾ. നോക്കിയേ, വെർട്ടിക്കൽ റേസ് ഓഫ് ദ സൺഫോളിൽ എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ആൻഡ് ടെമ്പറേച്ചർ വിൽ ബി ലോ അറ്റ് പ്ലേസസ് വേർ ദ സൺ റേസ് ആർ സ്ലാൻഡിങ്. ചെരിഞ്ഞ് പതിക്കുന്ന രശ്മികൾക്ക് എപ്പോഴും എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും. നമുക്ക് ഒന്നോടെ നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, സൂര്യന്റെ അയനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാവുന്നത്. ഒരു പരിക്രമണ കാലത്തിൽ, അതായത് ഒരു വർഷം സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരപഥത്തിലെ 4 സ്ഥാനങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഈ സൂര്യന്റെ അയനം എന്തിനെല്ലാം കാരണമാവുന്നുണ്ട്? സൂര്യന്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്.
സൂര്യൻ്റെ അയനം മൂലം എന്താ സംഭവിക്കുന്നത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. എന്ത് സംഭവിക്കുന്നു? ആ സൂര്യപ്രകാശം ഭൂമിയിൽ ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. വർഷത്തിന്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യന്റെ ലംബരശ്മികൾ പതിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അതായത് ഒരു വർഷത്തിന്റെ ഒരു വർഷം എത്ര മാസമുണ്ട്? 12 മാസം. അതിൽ 6 മാസത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വെർട്ടിക്കൽ റേസ് ആണെങ്കിൽ നെക്സ്റ്റ് 6 മന്ത് എവിടെയായിരിക്കും? സദേൺ ഹെമിസ്ഫിയറിലായിരിക്കും വെർട്ടിക്കൽ റേസ് കിട്ടുന്നത്. ഇനി നോക്കിയേ, സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നിടങ്ങളിൽ എങ്ങനെയായിരിക്കും? ചൂട് പൊതുവെ കൂടുതലായിരിക്കും അല്ലേ? നേരെ വെർട്ടിക്കൽ റേസ്, നേരെ നല്ല ഉച്ച സമയത്തൊക്കെ നമുക്ക് കിട്ടുന്നത് വെർട്ടിക്കൽ റേസ് ആണ്. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് നമുക്ക് ചൂട് കൂടുതൽ കിട്ടുന്നത്. രാവിലെയും വൈകുന്നേരം സ്ലാൻഡിങ് റേസ് ആണ് കൂടുതൽ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് പൊതുവെ ചൂട് കുറവല്ലേ ഉച്ചയെ അപേക്ഷിച്ച്? അത് തന്നെ സംഭവം. ഓക്കെ ആണല്ലോ? അത്രയും ക്ലിയർ ആയല്ലോ? ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് പഠിക്കാം? സീസൺ ആൻഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. ഋതുക്കളും സൂര്യന്റെ അയനവും ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞോളൂ അല്ലേ? സൂര്യന്റെ അയനം മൂലം എന്താ? ഋതുക്കൾ മാറി മാറി വരും. അതായത് വിന്റർ സീസൺ, സമ്മർ സീസൺ, റെയിനി സീസൺ, ഇതെല്ലാം സീസണൽ ചേഞ്ച് ഉണ്ടാവാൻ ഇതും ഒരു ഫാക്റ്റാണ്. എന്താണ്? സൂര്യന്റെ അയനം. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ സംഭവിക്കുന്നത് എന്താണ്? സൺറൈസ് എല്ലാം നമുക്ക് വേരിയേഷൻസ് അനുഭവിക്കുന്നുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് വേയിലാണ് സൺറൈസ് നമുക്ക് ഭൂമിയിലേക്ക് പതിക്കുന്നത്. അതെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തോളൂ. ആസ് എ റിസൾട്ട് ഓഫ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, the different seasons are formed. What are they? Spring, summer, autumn, winter, and get repeated in a cyclic manner. ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഉണ്ടാവും അല്ലേ? ഈ വിൻ്ററും സമ്മറും അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, സൂര്യൻ്റെ അയനവും ഋതുക്കളും എന്താ പറയുന്നത്? സൂര്യൻ്റെ അയനം മൂലം ഏതൊക്കെ കാലങ്ങളപ്പോൾ പറഞ്ഞോളൂ? വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത സീസൺ അല്ലെങ്കിൽ വ്യത്യസ്ത ഋതുക്കൾ നമുക്ക് ചാക്രികമായി ആവർത്തിക്കുന്നു. 1 ഇയറിൽ നമുക്കിത് എല്ലാ സീസണും കിട്ടും, നെക്സ്റ്റ് ഇയറിലും ഈ സീസൺ കിട്ടും. ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല. അതൊരു 1 മാർക്കൊക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഋതുഭേദങ്ങൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത്, അവിടെ ടെമ്പറേച്ചറിൻ്റെ അളവ് സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുന്നത് കൊണ്ടാണ് എന്തില്ലാത്തത്? അവിടെ ഋതുഭേദങ്ങൾ പ്രകടമായി ഡിഫറെൻറ്റ് സീസണൽ ചേഞ്ചസ് ഉണ്ടാവാത്തതിൻ്റെ കാരണം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താണ് സമരാത്രങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇക്വിനോക്സസ് അല്ലെങ്കിൽ സമരാത്രങ്ങൾ. നോക്കിയേ, ദ സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ. ഇത് ഇക്വിനോക്സസ് അല്ലെങ്കിൽ സമരാത്രങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് നോക്കാം. സൺ ഈസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ. ഇക്വേറ്ററിന് നേരെ മുകളിലായിരിക്കും, വെർട്ടിക്കലായിട്ടായിരിക്കും ആര് നിൽക്കുക? സൺ നിൽക്കുന്നത്. ഈക്വൽ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഈസ് റിസീവ്ഡ് ഓൺ ബോത്ത് ഹെമിസ്ഫിയർ. അതുകൊണ്ട് 2 ഹെമിസ്ഫിയറിലും തുല്യ അളവിലായിരിക്കും എന്ത് ലഭിക്കുക? സൂര്യപ്രകാശം ലഭിക്കുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ട് എന്താ? അതിൻ്റെ ഫലം എന്താ? നമുക്ക് ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ലഭിക്കുന്നു. തുല്യമായിട്ട് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നു. ദീസ് ഡേയ്സ് ആർ കോൾഡ്, ഇതിനെ എന്ത് പറയാം? ഇക്വിനോക്സസ് അല്ലേ? അല്ലെങ്കിൽ സമരാത്രങ്ങൾ എന്ന് പറയുന്നു. നോക്കി എന്താന്ന് ഒന്നോടെ നമുക്ക് നോക്കാം. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായിരിക്കും അല്ലേ? ഇക്വേറ്ററിന് നേരെ മുകളിലാണ്. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയറിൽ ഈക്വൽ എമൗണ്ടിൽ സൂര്യപ്രകാശം ലഭിക്കുകയും പരിക്രമണ വേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് മാർച്ച് 21 സെപ്റ്റംബർ എന്നീ ദിനങ്ങളിലാണ് ഏകദേശം മധ്യരേഖയിലേക്ക് വരുന്നത്. ഇത് കാരണം ഈക്വൽ നമുക്ക് എന്ത് ലഭിക്കുന്നു?
അതായത് ഈക്വൽ ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതിനെയാണ് എന്ത് പറയുക, സമരാത്രങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഓട്ടം സീസണെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഓട്ടം സീസൺ അല്ലെങ്കിൽ ഹേമന്തകാലം. ഇറ്റ് ഈസ് ഓട്ടം സീസൺ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയേ. ഫ്രം 23 സെപ്റ്റംബർ ടു 22 ഡിസംബർ. 23 സെപ്റ്റംബർ ടു 22 ഡിസംബർ വരെയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ സാധാരണ ഓട്ടം സീസൺ. ആൻഡ് ട്രാൻസിഷൻ ഫ്രം സിവിയറിറ്റി ഓഫ് സമ്മർ ടുവേഴ്സ് ദ വിൻ്റർ. സമ്മർ സീസണിൻ്റെ തീഷ്ണതയിൽ നിന്ന് വിൻ്ററിലേക്കുള്ള ഒരു കടന്നുവരവാണ് എന്ത് പറയുക, ഓട്ടം സീസൺ എന്ന് പറയുന്നത്. ഇവിടെ എന്താ പ്രത്യേകത? ഈ ഓട്ടം സീസണിൽ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കോ കുറവായിരിക്കോ? അതെ, കുറവായിരിക്കും. അതുപോലെ ട്രീസ് ജനറലി ഷട്ട് ദെയർ ലീവ്സ്. ട്രീസ്, മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്നത് ആ ഒരു സീസണിലാണ്. നോക്കിയേ, ഹേമന്തകാലം എന്ന് മുതൽ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണ് ഹേമന്തകാലം. ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമാണ് വേനൽ ഏത്, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. വേനൽക്കാലത്തിൻ്റെ തീഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് എന്തു പറയുക, ഹേമന്തകാലം. ഈ കാലയളവിൽ എങ്ങനെയായിരിക്കും നമ്മുടെ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ? അന്തരീക്ഷ ഊഷ്മാവ് അതായത് ടെമ്പറേച്ചർ ഗണ്യമായി കുറയുന്നു. പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരികയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു. അത് നോട്ട് ചെയ്യണം കേട്ടോ. പകല് കുറവായിരിക്കും, രാത്രി കൂടുതലായിരിക്കും. എപ്പോൾ? ഹേമന്തകാലം അല്ലെങ്കിൽ ഓട്ടം സീസണിൽ. അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ ചൂട് പൊതുവെ കുറവായിരിക്കും അല്ലേ. അതുപോലെ മരങ്ങൾ ഇല പൊഴിക്കുന്ന സമയമാണ് ഈ ഓട്ടം സീസൺ അഥവാ ഹേമന്തകാലം. ഓക്കെ ആണല്ലോ, ഇതുവരെ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ത് പഠിക്കാം? സമ്മർ സോൾസ്റ്റൈസ് അല്ലെങ്കിൽ ഗ്രീഷ്മ അയനാന്ത ദിനം. ഓക്കെ, എന്താ നോക്കാം. ഫ്രം മാർച്ച് 21 onwards the sun apparently shift from the equator northward and reaches vertically over ട്രോപ്പിക് ഓഫ് ക്യാൻസർ. നോക്കിക്കേ, മാർച്ച് 21 ഓൺവേഴ്സ് മുതൽ സൺ എന്ത് ചെയ്യും? ഇക്വേറ്ററിൽ നിന്ന്, ഭൂമധ്യരേഖയിൽ നിന്ന് എങ്ങോട്ട് നീങ്ങും? ട്രോപ്പിക് ഓഫ് ക്യാൻസർ നേരെ വെർട്ടിക്കൽ പൊസിഷനിൽ വന്ന് നിൽക്കുന്ന എന്നാ ഓൺ 21 ജൂണിലാണ്. ദിസ് ഡേ ഈസ് നോൺ ആസ്, ഈ ദിവസത്തെയാണ് നമ്മൾ എന്ത് പറയുക, സമ്മർ സോൾസ്റ്റൈസ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. ഓൺ ദിസ് ഡേ നോർത്തേൺ ഹെമിസ്ഫിയർ എക്സ്പീരിയൻസസ് ഇറ്റ് ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്. ഡേ എന്തായിരിക്കും? കൂടുതലായിരിക്കും, നൈറ്റ് കുറവായിരിക്കും. ഓക്കെ, നോക്കുക, മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് സൂര്യൻ അയനം ചെയ്ത് ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേരെ വെർട്ടിക്കലായിട്ട് മുകളിലെത്തുന്നു. ഈ ദിനത്തെ നമ്മൾ എന്ത് പറയും? ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റൈസ് എന്ന് പറയും. ഓക്കെ, അതിനുശേഷം ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് പോയിന്റ്. ഈ നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ എങ്ങനെയായിരിക്കും ഡേയും നൈറ്റും, പകലും രാത്രിയും എങ്ങനെയായിരിക്കും? ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ അതായത് ഷോർട്ടായിട്ടുള്ള രാത്രിയുമായിരിക്കും അനുഭവപ്പെടുക. ഓക്കെ ആണല്ലോ. അടുത്തായി നമുക്ക് വിന്റർ സോൾസ്റ്റൈസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, വിന്റർ സോൾസ്റ്റൈസിലും എന്താണ്? സൺ വിൽ ബി വെർട്ടിക്കലി എബവ്, അതായത് ഇക്വേറ്ററിന് നേരെ മുകളിലായിരിക്കും സൺ. ഓക്കെ, ആൻഡ് ദ ലാർജസ്റ്റ്, ഇവിടെ എങ്ങനെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലാർജസ്റ്റ് ഡേ ഇൻ ദ സദേൺ ഹെമിസ്ഫിയറും ലാർജസ്റ്റ് നൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആയിരിക്കും. നമുക്ക് നോക്കാം. ഡിസംബർ 22 എന്താ? ദക്ഷിണായന രേഖയിൽ നിന്നും എങ്ങോട്ട് സഞ്ചരിക്കും? വടക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ മാർച്ച് 21 വീണ്ടും മധ്യരേഖയ്ക്ക് മുകളിലെത്തുന്നു. ഓക്കെ, ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്നു. ഈ കാലയളവിനെയാണ് നമ്മൾ എന്ത് പറയുക? ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലം
എന്ന്, അഥവാ വിൻ്റർ സീസൺ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ ഇത് ശ്രദ്ധിച്ചോളണം. അവിടെ എങ്ങനെയാണ് സദേൺ ഹെമിസ്ഫിയറിൽ ലാർജ് ഡേ കൂടുതലായിരിക്കും. വാട്ട് അബൌട്ട് നോർത്തേൺ ഹെമിസ്ഫിയർ? അതായത് നൈറ്റ് കുറവായിരിക്കും. ഓക്കെ, ലാർജസ്റ്റ് നൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ രാത്രി കൂടുതലായിരിക്കും. സദേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതലായിരിക്കും. ആ ഒരു പോയിന്റ് മറന്നു പോകാതെ പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഈ ടേബിൾ ഒന്ന് നോക്കിക്കേ. നോക്കുക, മന്ത്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ, അതായത് സൂര്യന്റെ അയനം. അങ്ങനെ വരുമ്പോൾ സീസൺ എങ്ങനെയായിരിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും എങ്ങനെയായിരിക്കും സീസൺ ഉണ്ടാവുക നോക്കാം. ഫ്രം മാർച്ച് 21 ടു ജൂൺ 21 വരെ എങ്ങനെയായിരിക്കും അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ? ഫ്രം എവിടെ നിന്ന് എവിടെ വരെയാണ്? ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ഇക്വേറ്ററിൽ നിന്ന് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയായിരിക്കും അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സീസൺ എന്തായിരിക്കും? സ്പ്രിംഗ് സീസൺ ആയിരിക്കും. വാട്ട് അബൌട്ട് സദേൺ ഹെമിസ്ഫിയർ? ഓട്ടം സീസൺ ആയിരിക്കും. ഓക്കെ, നോക്കിക്കേ, ഫ്രം 21 ടു സെപ്റ്റംബർ 23 എങ്ങനെയായിരിക്കും നമ്മുടെ സൂര്യന്റെ അയനം നടക്കുക? അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എങ്ങനെയായിരിക്കും? നേരെ തിരിച്ചാണ്. നോക്കിക്കേ, ഇവിടെ ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആയിരുന്നു അല്ലേ? ഇവിടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ഇക്വേറ്റർ ആണ്, നേരെ തിരിച്ച്. അപ്പോൾ സീസൺ എങ്ങനെ വരും? യെസ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണും സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? വിന്റർ സീസണും ആയിരിക്കും. ഇനി നോക്കിക്കേ, ഫ്രം സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 എങ്ങനെയായിരിക്കും അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ? ഫ്രം ഇക്വേറ്റർ ടു ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ് അല്ലേ? സെപ്റ്റംബർ 23 ടു ഡിസംബർ 22. അതായത് സീസൺ എങ്ങനെയാന്ന് നോക്കിക്കേ. ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ഓട്ടം സീസൺ. വാട്ട് അബൌട്ട് സദേൺ ഹെമിസ്ഫിയർ? സ്പ്രിംഗ് സീസൺ ആയിരിക്കും. ഇനി നെക്സ്റ്റ്, ഫ്രം ഡിസംബർ 22 ടു മാർച്ച് 21 എങ്ങനെയായിരിക്കും അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ? എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? യെസ്, ഫ്രം ഇവിടെ ഇതിന്റെ നേരെ തിരിച്ച് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ദ ഇക്വേറ്റർ. സീസൺ എങ്ങനെയാന്ന് നോക്കിയേ. സീസൺ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ, സദേൺ ഹെമിസ്ഫിയർ എന്തായിരിക്കും? സമ്മർ സീസൺ ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. ഓക്കെ, നമുക്ക് ഒന്നോടെ നോക്കാം. അപ്പോൾ മാസങ്ങൾ ടീച്ചർ പറഞ്ഞ ഒന്നോടെ പറയാം. സൂര്യന്റെ അയനം, പിന്നെ നമ്മൾ സീസൺ ആണ്, ഋതുക്കളാണ് പറയുന്നത് അല്ലേ? അപ്പോൾ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ എങ്ങനെയായിരിക്കും സൂര്യന്റെ അയനം? ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ്, ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ദെൻ എങ്ങനെയായിരിക്കും ഋതുക്കൾ സീസൺ വരുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയർ. എങ്ങനെയായിരിക്കും? ഓക്കെ, ഇവിടെ വസന്തകാലമായിരിക്കും അല്ലെ നോർത്തേൺ ഉത്തരാർദ്ധഗോളത്തില്. ദക്ഷിണാർദ്ധഗോളത്തിലോ ഹേമന്തകാലമായിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കിയേ, ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ എങ്ങനെയായിരിക്കും സൂര്യന്റെ അയനം? ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യ രേഖയിലേക്കായിരിക്കും. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു എങ്ങോട്ടായിരിക്കും? ഇക്വേറ്ററിലേക്ക്, നേരെ തിരിച്ചാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാ സീസൺ വരിക? യെസ്, ഉത്തരാർദ്ധഗോളത്തില് ഗ്രീഷ്മവും ദക്ഷിണാർദ്ധഗോളത്തില് ഏത് കാലമായിരിക്കും? ശൈത്യകാലമായിരിക്കും. ഇനി നോക്കിക്കേ, സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ എങ്ങനെയായിരിക്കും സൂര്യന്റെ അയനം? ഭൂമധ്യ രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കാണ് അല്ലെ? ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ദെൻ എങ്ങനെയായിരിക്കും സീസൺ? ഇവിടെ ഹേമന്തമായിരിക്കും ഉത്തരാർദ്ധഗോളത്തില്, ദക്ഷിണാർദ്ധഗോളത്തില് വസന്തകാലമായിരിക്കും. ഇങ്ങനെ തന്നെ ഓർത്ത് പഠിക്കണം കേട്ടോ. ദെൻ ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ എങ്ങനെയായിരിക്കും സൂര്യന്റെ അയനം? ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യ രേഖയിലേക്ക്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, അതിന്റെ ഋതുക്കൾ സീസൺ വരുന്ന എങ്ങനെയാ? ശൈത്യമായിരിക്കും ഉത്തരാർദ്ധഗോളത്തില്, ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും?
ഗ്രീഷ്മകാലമായിരിക്കും. ഓക്കെ ആണല്ലോ അല്ലേ? ഇതൊന്ന് കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അടുത്ത നമുക്ക് നോക്കാം, ട്രഡീഷണൽ സീസൺസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലെ പരമ്പരാഗതമായിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ഋതുക്കൾ എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ 4 സീസൺസ് ആണ് പഠിക്കാറുള്ളത്. പക്ഷേ ബേസ്ഡ് ഓൺ ദ ചേഞ്ചസ് ഇൻ ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, അതായത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ നമ്മുടെ കാലാവസ്ഥയൊക്കെ ബേസ് ചെയ്ത് ഇതിനെ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 6 ഡിഫറെൻറ്റ് സീസൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം ഏതൊക്കെയാണ്. വസന്തകാലം മാർച്ച് ടു ഏപ്രിൽ ആണ്. ഗ്രീഷ്മം മെയ് ആൻഡ് ജൂൺ ആണ്. വർഷകാലം ജൂലൈ ഓഗസ്റ്റ്. ഓക്കെ, ആൻഡ് സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ. ദെൻ നെക്സ്റ്റ് എന്താ? ഹേമന്തം ഡിസംബർ ആൻഡ് നവംബർ. ദെൻ ശിശിരകാലം, ദാറ്റ് ഈസ് ജാനുവരി. ഏതൊക്കെ മാസങ്ങളാണ്? ജാനുവരി ആൻഡ് ഫെബ്രുവരി ആണ്. നോക്കിയേ, ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ പൊതുവെ ഋതുക്കളെ 4 ആയി തിരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ സാധാരണ വേനൽക്കാലം, മഞ്ഞുകാലം, മഴക്കാലം എന്നൊക്കെയാണ് പറയാറ് അല്ലേ? പക്ഷേ ഓൺ ദ ബേസിസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് അന്തരീക്ഷത്തിലെ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 6 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് സാധാരണ വസന്തകാലം നമുക്ക് കിട്ടാറ്. പക്ഷെ ഇപ്പം ആകെ കാലാവസ്ഥയൊക്കെ ടോട്ടലി ചേഞ്ച് ചെയ്തു അല്ലേ? നമുക്ക് മഴ കിട്ടുന്ന സമയത്തല്ല എന്താ പറയുക മഴ ലഭിക്കുക. വേനൽക്കാലം, മഞ്ഞുകാലം അതെല്ലാം ടോട്ടലി മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സീസണൽ ചേഞ്ചസ് ഇപ്പോൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഓൺ ദ ബേസിസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്? 6 എണ്ണം. ഏതൊക്കെയത്? വസന്തകാലം ഏതൊക്കെ മാസങ്ങളിലാണ്? മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ. ദെൻ ഗ്രീഷ്മകാലം എപ്പോഴാണ്? മെയ് മാസങ്ങളിലാണ്. മെയ് ജൂണിലാണ് നമുക്ക് ഗ്രീഷ്മകാലം കിട്ടുന്നത്. വർഷകാലം എപ്പോഴാണ്? ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അതുപോലെ ശരത്കാലം കിട്ടുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഓക്കെ, ഹേമന്തകാലം നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. ശിശിരകാലം എപ്പോഴാണ്? ദാറ്റ് ഈസ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് നമുക്ക് ശിശിരകാലം ലഭിക്കുക. ഇങ്ങനെയാണ്. എത്ര കാലങ്ങളുണ്ട്? ഡിഫറെൻറ്റ് സീസൺസ് ഉണ്ട്. 6 എണ്ണം. ഏതൊക്കെയാ? വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം ആൻഡ് ശിശിരകാലം. ഓക്കെ ആണല്ലോ അത്രയും? ഓക്കെ, അപ്പോൾ ഉത്തരായനം, ദക്ഷിണായനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഉത്തരായനം northward apparent movement of sun from Tropic of Capricorn to Tropic of Cancer. അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ തൊട്ട് ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെയുള്ള സൂര്യൻ്റെ അയനത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഉത്തരായനം എന്ന് പറയുക. The duration of day in the northern hemisphere gradually increases during this period. ഈ ഒരു സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ സമയം കൂടി വരുന്നു. നോക്കുക, എന്താണ്? ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെയാണ് എന്ത് പറയുക? ഉത്തരായനം എന്ന് പറയുക. ഓക്കെ, മറന്നു പോവരുത്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അല്ലെങ്കിൽ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ നമ്മൾ എന്ത് പറയുന്നു? യെസ്, ഉത്തരായനം എന്ന് വിളിക്കുന്നു. ഇനി ദക്ഷിണായനം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ നേരെ തിരിച്ച് ദക്ഷിണായനം സൗത്ത്വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഓൺ 22nd December as known as what? ദക്ഷിണായനം. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ എന്ത് പറയും? ദക്ഷിണായനം എന്ന് വിളിക്കുന്നു. ഇവിടെ നോക്കിയേ, ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എവിടെ നിന്നാ? ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അതിനെയാണ് എന്ത് പറയുക? ദക്ഷിണായനം എന്ന് പറയുന്നത്. ഇതുവരെയും ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ പീരീഡ് ഫ്രം മാർച്ച് ടു സെപ്റ്റംബർ,
March to September, as the sun is in the northern hemisphere, the North Polar region experiences continuous daylight for 6 months. നോക്കിയേ, മാർച്ച് തൊട്ട് സെപ്റ്റംബറിൽ സൺ എവിടെയായിരിക്കും? ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നോർത്ത് പോളാർ റീജിയനിൽ കണ്ടിന്യൂസ് 6 മാസം എന്തായിരിക്കും മക്കളെ? ഡേ ആയിരിക്കും, ഡേ ലൈറ്റ്, അതായത് ഡേ സമയമായിരിക്കും. അതുപോലെ ഡ്യൂറിങ് ദ പീരീഡ് ഫ്രം സെപ്റ്റംബർ ടു മാർച്ച് സൺ എവിടെയായിരിക്കും? സൺ ഈസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പോൾ നോർത്ത് പോളാർ റീജിയൻ എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ് നൈറ്റ് ഫോർ 6 months. അവിടെ എന്തായിരിക്കും? 6 മാസം തുടർച്ചയായിട്ടും എന്താ? നൈറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കേ ഒന്നോടെ. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവിൽ ഉത്തരപ്രദേശങ്ങളിൽ 6 മാസം തുടർച്ചയായി എന്തായിരിക്കും? പകലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിനായതിനാൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസം തുടർച്ചയായിട്ട് എന്തായിരിക്കും? രാത്രിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രദേശങ്ങളാണ് ഫിൻലൻഡ്, ഗ്രീൻലൻഡ്, ഇവയൊക്കെ ഈ ഒരു സീസണൽ ചേഞ്ചസ് അനുഭവിക്കുന്ന പ്രദേശങ്ങളാണ്. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് കുറച്ച് കണക്ക് പഠിക്കാം കേട്ടോ. എങ്ങനെയാണ് ഭൂമിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ എത്ര ടൈം വേണം, അങ്ങനെയുള്ള കുറച്ച് ഈസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ വെസ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്താലൊക്കെ ഉള്ള എത്ര സമയമെടുക്കും, അതുള്ള ഒരു നമുക്ക് അല്പം റിലേറ്റഡ് ടു മാത്സ് നമുക്കൊന്ന് നോക്കാം. യെസ്, നോക്കിയേ. ദ ആംഗുലർ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഈസ് 360 ഡിഗ്രി. ഭൂമിയുടെ കോണളവ് എത്രയാ? 360 ഡിഗ്രിയാണ്. We will get 360 longitudes if we draw one longitude each for degree of angular distance. ഓരോ ഡിഗ്രി കോണിലും നമ്മൾ ഓരോ രേഖാംശം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രേഖാംശ രേഖകൾ ആകെ കിട്ടും? യെസ്, 360 രേഖാംശ രേഖകൾ കിട്ടും അല്ലേ? ദ ടൈം required to complete 360 degree rotation is 24 hours. അതായത് ഭൂമി 24 hours എത്ര ഡിഗ്രി തിരിയും എന്ന് പറയുന്നത്? 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇത് ഓൺ കൺവേർട്ടിങ് 24 hours ഇൻറ്റു 24 ഹവേഴ്സിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയാം അല്ലേ? 24 ഇൻറ്റു 60, 24നെ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. എത്ര കിട്ടും? ടോട്ടൽ 1440 മിനിറ്റ് കിട്ടും. ദാറ്റ് ഈസ് ദ ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് 1 റൊട്ടേഷൻ. അതായത് ഭൂമി ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എത്ര മിനിറ്റ് എടുക്കുമെന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് 1440 മിനിറ്റ്സ്. ഓക്കെ, ഇനി നോക്കിയേ. ടൈം റിക്വയർഡ് ഫോർ ദ എർത്ത് ടു കംപ്ലീറ്റ് ദ റൊട്ടേഷൻ ഓഫ് 1 ഡിഗ്രി. ഇപ്പോൾ 1 ഡിഗ്രിയിൽ എത്രയായിരിക്കും നമുക്ക് നോക്കാം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം. ഇവിടെ നോക്കിക്കേ, ഒരു 24 ഹവേഴ്സിന് നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ 1440 മിനിറ്റ്സ് കിട്ടി അല്ലേ? ഇവിടെ നോക്കുക. അങ്ങനെയാണെങ്കിൽ ടൈം റിക്വയർഡ് ഫോർ എർത്ത് ടു കംപ്ലീറ്റ് ദ റൊട്ടേഷൻ ഓഫ് 1 ഡിഗ്രി, ഒരു 1 ഡിഗ്രി ആംഗിൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് 1440. ഇവിടെ ഒരു സെക്കൻഡ്. ഓക്കെ, 1440 ഇൻറ്റു അല്ല കേട്ടോ, ഡിവൈഡഡ് ബൈ ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 360 എത്ര കിട്ടും? ദാറ്റ് ഈസ് 4 മിനിറ്റ്. അതായത് ഒരു ഡിഗ്രിയിൽ തിരിയണമെങ്കിൽ എത്ര മിനിറ്റ് എടുക്കും? യെസ്, 4 മിനിറ്റ് എടുക്കും. ഇത് പഠിച്ചു വെച്ചോളൂ. ഇനി നമുക്ക് ഇതിൻ്റെ പുറകെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈം റിക്വയർഡ് ഫോർ റൊട്ടേഷൻ ഓഫ് 15 ഡിഗ്രി. 1 ഡിഗ്രിയിൽ നോക്കിയേ, 1 ഡിഗ്രിയിൽ എത്ര മിനിറ്റ് എടുത്തു? യെസ്, 4 മിനിറ്റ് എടുത്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ
50 ഡിഗ്രിയിൽ എത്ര 50 ഡിഗ്രിയിൽ എത്ര മിനിറ്റ് ടോട്ടൽ ഉണ്ട്? മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 50 ഡിഗ്രി ഇൻറ്റു 4 ദാറ്റ് ഈസ് 60 മിനിറ്റ്സ് എടുക്കും. 60 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1 അവർ. ഓക്കെ, 1 അവർ എടുക്കും. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ.